നിറയെ നിറയെ പുളിയുറുമ്പാ. പിന്നെ അവിടെ നിന്ന് എനിക്കിപ്പോ ഒരു കടി കിട്ടി കഴുത്തിന്. ആഹാ നേരത്തെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമ്മുടെ മറ്റേ ബിസ്മി സൂപ്പർ മാർക്കറ്റ് ഇല്ലേ, ബിസ്മി സൂപ്പർ മാർക്കറ്റ്, അതിന്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ട്. ദേ സുരിച്ചേട്ടാ ഇപ്പുറത്തെ നോക്ക് സുരിച്ചേട്ടാ, ദേ നേരെ കാണുന്നത് ദേ ഇത് എത്തൂല. അപ്പോൾ ഞങ്ങൾ ആകെ വേർത്ത് കുളിച്ച്, ഞാൻ കൂടെ ഞാനുണ്ട്, ചേട്ടനുണ്ട്. പറിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാക്കിക്കണമല്ലോ എന്താണ് നമ്മളുടെ ബ്ലോഗിൻ്റെ പ്രധാന കാര്യം എന്നുള്ളത്. അതെ, ഇന്നത്തെ ബ്ലോഗ് നമ്മുടെ വിഷു സ്പെഷ്യലാണ്. നാളെ വിഷു ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. അതേ സുരച്ചേട്ടൻ മുകളിൽ നിന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കൊന്നപ്പൂ. കൊല്ലങ്ങൾക്ക് ശേഷം മലപ്പുറത്തിലല്ല മതിലിൻ്റെ പുറത്ത് കയറി പറിക്കുന്ന സുരച്ചേട്ടനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിൽ ആകാശവും താഴെ ഭൂമിയാണെന്നുള്ള കാര്യം മറക്കരുത്. ഞാനമ്മക്കളിയാണ്. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മരത്തിൽ കയറാൻ നോക്കിയാൽ നിറയെ പുളിയുറുമ്പാണ്. ഇപ്പം എൻ്റെ കുരക്കിന് പിടിച്ച് പറഞ്ഞാൽ കടിച്ച്. അപ്പുറത്ത് സുനിച്ചേട്ടനും അച്ഛനും അമ്മയൊക്കെ നിൽപ്പുണ്ട് അല്ലേ. ആ കാണുന്നതാണ് ഞങ്ങളുടെ പോത്തീസ്. ഇത് പോത്തീസിൻ്റെ എന്താ പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഗൈസ്. അപ്പോൾ അവിടെ ഫുള്ളായി കഴിയുമ്പോൾ അവരിവിടെ വെക്കും. എൻ്റെ അമ്മ ഇപ്പോൾ ഇന്ന് കണിക്കൊന്നൊക്കെ ഭയങ്കര വില. ഒരു കെട്ടിന് എത്രയാണ് കൊടുക്കണം? 50 രൂപ. ആ 3-4 വേണ്ട ഈ സാധനത്തിന്. ഈ സാധനമാണെങ്കിൽ വിഷുവിന് മുമ്പ് പൂവൊക്കെ വിരിഞ്ഞ ആകെ കംപ്ലീറ്റ് തരും. ആ വിഷു ആകുമ്പോൾ വിരിഞ്ഞാൽ പോരെ. അതെ, അപ്പോൾ ഇനി കണിക്കൊന്ന ഒരുക്കുക എല്ലാവരും കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ തകൃതിയായിട്ടുള്ള കണിക്കൊന്ന പറിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അതും കൂടി കഴിഞ്ഞാൽ ഏകദേശം തീർന്നത്. പോകുന്നില്ല. പറിക്കൂ. ആ പുറട്ടേക്കണ്ട്. ഓ ഉള്ളതായി കണ്ടില്ലേ. അപ്പോൾ വിഷുവിനുള്ള കണിക്കൊന്നയൊക്കെ പറിച്ചിട്ട് വരുന്ന വഴിയാണ്. കയ്യിൽ ലഡറൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ആര്യപ്പെണ്ണാണ് കേട്ടോ ഈ വർഷത്തെ വിഷുവിന് കണി ഒരുക്കുന്നത്. രാവിലെ ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ കുറച്ച് ഷാഠ്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോൾ കൊച്ചു ആക്റ്റീവായി. ഓരോന്നോരോന്നൊക്കെ എടുത്ത് വെക്ക്. അങ്ങനെ തണ്ണിമത്തൻ പയ്യെ വെച്ചാൽ ഇതെല്ലാം കണി ഒരുക്കിയിട്ട് വേണം താൻ ആദർശിനെ വിളിച്ചു നിർത്തി അത് എണ്ണൊഴിച്ചു. കുറച്ചുകൂടെ നിറച്ചൊഴുക്കി. ആ
പയ്യെ പയ്യെ. പൊക്കി വെക്ക്. ആ മാല ഇട്ടേ ഉണ്ണിക്കണ്ണന്. കത്തിക്ക്. അയ്യോ അതെങ്ങനെയാ ഓടിച്ചുമോ? കത്തിയില്ല, കത്ത് പിടിക്കട്ടെ. അങ്ങനെ മറ്റേ അതേപോലെ എല്ലാത്തിനും കത്തിക്ക്. ഞെക്ക്, എൻ്റെ തുമ്മ ഞെക്ക്. ഏയ് കോപ്പിറൈറ്റ് വരും. മറ്റേത് അതേപോലെ കൊച്ചിൻ്റെ ഐഡിയ ആയിട്ട് ചേട്ടനെ വിളിക്കാൻ പോണി കേട്ടാ. എടാ ചേട്ടേ വാ കണി കാണാം. അതെ ആരിപ്പന്നാണ് ഇന്ന് കണി ഒരുക്കിയേക്കണത്. കണ്ണടച്ച് പിടിച്ചോ, കണ്ണിറുമ്പും. വാ വാടോ, എത്തിയിട്ടില്ല. താഴത്തോട്ട് ഇറങ്ങും. വാ നടക്ക്, നേരെ നടക്ക്. പാട്ടെ ഇല്ലേ, ഇങ്ങോട്ട് തിരി. അങ്ങനെ നോക്കിക്കോ, കണ്ണ് തുറന്ന് നോക്കിക്കോ. നേരെ നോക്ക്, തല നേരെ വെച്ച് നോക്കിക്കോ. നേരെ തല നേരെ. താഴത്തോട്ട് നോക്കിക്കോ. അങ്ങനെ കണ്ണ് പയ്യെ തുറന്നു. കണ്ണ് തുറക്ക്. പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു കഴിഞ്ഞാ അയ്യ ഇനി കിടക്കാൻ പാടില്ല. ഇങ്ങുണ്ട് പരിപാടി. വാ ഇങ്ങാണ് പരിപാടി. വാ ആദർശ് ബേട്ടാ, കമോൻ ബേട്ടാ. കണ്ടോ എത്ര മണിക്ക് കഴിഞ്ഞിട്ടാന്നറിയോ? താൻ എന്താണ് വിചാരിച്ചത് ഞങ്ങളെ പറ്റി? ഞങ്ങൾ എന്തോരം സമയമായി എഴുന്നേറ്റിട്ടെന്നറിയോ? സമയമായിട്ട് എൻ്റെ ആരിപ്പണ്ണൻ കഷ്ടപ്പെട്ടതെല്ലാം ഒരുക്കിയത്. താൻ എന്തൊരു ഉറക്കമായിരുന്നോ, എന്തും മനുഷ്യനെടു താൻ. കണ്ട അതല്ല, ഇങ്ങോട്ട് വാ. ആ കൊല അവിടെ തന്നെ എടുത്ത് വെച്ച്. എന്നാ അപ്പാപ്പക്ക് അപ്പോൾ അപ്പാപ്പക്ക് അടയ്ക്ക് തരാം. ഇത് അപ്പാപ്പക്ക്, ഇത് ആദർശിനെ കൊണ്ട് കൊടുപ്പിക്കും. അമ്മാമ്മക്ക് കൊടുത്തു. ഇത് ആര്യ കൊടുക്ക്, അത് ആദർശ് കൊടുക്ക്. കഴിഞ്ഞേരം കൊടുക്കുക അപ്പാപ്പക്കും അമ്മാമ്മക്കും. ഒരാൾ അപ്പാപ്പക്ക് കൊടുക്ക്, ഒരാൾ അമ്മാമ്മക്ക് കൊടുക്ക്. വലത്തെ കൈ വെച്ച് കൊടുക്ക്, വിത്ത് യുവർ റൈറ്റ് ഹാൻഡ്. അപ്പാപ്പ കൊടുത്താ? അതാ ചെപ്പിൽ തന്നെ നോക്ക്. ആ ചെപ്പില് അല്ലെന്ന് മറ്റേ ചെപ്പ് കൊടുത്താ? ഓ താങ്ക് യു. ചെറുത് ഒരു പണി ചെയ്യാം, നമുക്ക് പാവക്കുളത്ത് പോയിട്ട് വരാം. ബാ അവിടെ നിന്ന് ₹1 കൈനീട്ടം കിട്ടും. ബാ നല്ല ഉണ്ണിക്കണ്ണനും ഉണ്ടാവും അവിടെ. ബാ ആദർശപ്പം പല്ലേച്ച് വേഗം കുളിച്ച് നിൽക്ക്. ഇതിപ്പോൾ പനമ്പാടെന്ന് അപ്പാപ്പയും അമ്മാമ്മയും വരും. പോവാ കേട്ടാ അരിയാ, പോയിട്ട് വരാം. എന്നാ വാ സുന്ദരി. നോ അവിടെ നിന്ന് കൈനീട്ടം വാങ്ങിച്ചിട്ട് വരാം പാവക്കുളത്തുനിന്ന്.
ബാ, നല്ല നല്ല കൈനീട്ടമായിരിക്കും. അച്ഛൻ എല്ലാ വർഷവും വാങ്ങുന്നതാണ്. അതിനുണ്ടെങ്കിൽ വാ, അടിപൊളിയാണ്. വായോ, നല്ല നല്ല തിരക്കും ഉണ്ടാവും. പടപട. ആ പിന്നെ കൈനീട്ടം വാങ്ങാനായിട്ട് ഇന്ന് വിഷു അല്ലേ? ബാ. അപ്പോൾ ഞങ്ങൾ കലൂരിൽ നിന്ന് നേരെ അരയങ്കാവ് കുമ്പിടെ വീട്ടിലാണ് ഞങ്ങൾ ഇന്നത്തെ വിഷു ആഘോഷം. ആരിപ്പണി ക്യാമറ പിടിച്ചേ. ആരിപ്പണോ ക്യാമറ പിടിയറോ, ഓൺ ചെയ്ത് പിടിക്കണോ, ഓണാടോ, നേരെ പിടിച്ചോ. എന്താണ് ഒരു തല മാത്രമേ കാണുന്നുള്ളല്ലോ. അപ്പൊ ഞങ്ങളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല അപ്പവും സ്റ്റൂവാണ്. ആദർശ് സ്റ്റൂവിലെ കഷ്ണങ്ങളൊന്നും കഴിക്കൂല, ചാറ് മാത്രം വെക്കുള്ളൂ. അല്ല ചിക്കനൊക്കെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ല ഞങ്ങൾ മൊത്തം കാലിയാക്കിയത് അല്ലേ. ഒരപ്പം വേണോ, ഒരപ്പം വേണോ അല്ലേ? തരാം, എടുത്തോ, തരാം, എടുത്തോ. ചായ റെഡിയായില്ലേ? അപ്പൊ പറയടാ, ഞാനിവിടെ തിന്നുകയല്ല. ചായ റെഡിയായി. സ്റ്റൂ ആരുടെ പരിപാടിയാണ്? കൊള്ളാം കൊള്ളാം. കുരുമുളക് കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എല്ലാ കോരലിനും കുരുമുളക് കിട്ടുന്നുണ്ട്. ഹൈ, ചുമ്മാ ഇഷ്ടപ്പെട്ട സെറ്റായിരുന്നോ? എന്താ എൻ്റെ കൊച്ചിന് ഇഷ്ടപ്പെട്ടിട്ട. അപ്പോഴേ ഞാൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കാണാൻ പോവുകയാണ്. വിഷുവൊക്കെ ആയിട്ട് നമ്മളിവിടെ കുമ്പിടിയുടെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഒരു അടിപൊളി സ്ഥലം. അപ്പോൾ ഒന്ന് കാണാൻ നിങ്ങൾ തയ്യാറായിക്കോട്ടെ. അത് കാണാൻ വേണ്ടി പോകണം. വണ്ടി പാർക്ക് ചെയ്തിട്ടേ എന്താ ഉഷ്ണം അല്ലേ. വിഷുവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കംപ്ലീറ്റ് ഉഷ്ണമാണോ. ഉഷ്ണേനെ ശാന്തി കൃഷ്ണ എന്നൊക്കെ പറയണത് പോലെ നമ്മുടെ സലീമേടം പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ട ഒരു രക്ഷയുമില്ല. നിൽക്കണം എല്ലാവരും റെഡിയായിട്ട്. കേറ് കേറ്, അവിടെ നിന്നിട്ടാ കേറ് ഇങ്ങോട്ട്. ഇത് കണ്ടേ, ഈ സ്ഥലത്തേക്കാണ് ഈ കാണിച്ചു തന്ന കുമ്പിടി ഞങ്ങളെ കൊണ്ടുവന്നത് കേട്ടോ. ഒരു അടിപൊളി പ്ലേസാണ്. എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നിറയെ ഗ്രീനറിയാണ്. അടിപൊളിയല്ലേ ശരിക്കും. ഇത് നെല്ലൊക്കെ വിളഞ്ഞ് നിൽക്കുന്ന കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായോ സംഭവം? അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ഇതുണ്ട്, ആമ്പലിൻ്റെ ചെറിയൊരിതുണ്ട്, തടാകം, പൊയ്ക എന്നൊക്കെ പറയാം. പിന്നെ അങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിയാണ്. അങ്ങോട്ടൊക്കെ പോയിക്കഴിഞ്ഞാൽ കുറേ ആളുകൾ റീലും മറ്റുള്ള സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്, അന്യായ വെയിലാണ്. കുടയില്ലെങ്കിൽ ഉണ്ടല്ലോ കരിഞ്ഞു പോവും. വൈറ്റമിൻ ഡി വിത്ത് അൾട്രാ വയലറ്റ് അല്ലേ, സെറ്റപ്പാണ് ഉണ്ടല്ലേ. പുറകിൽ കുമ്പിടി ഇരുന്ന് ചിരിക്കും കള്ളി. ഇങ്ങനെ വായോ. എൻ്റെ പൊന്നോ, ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള അമ്പലം. പക്ഷേ എവിടെ ആളുകളെ കൊണ്ട് വല്ലാത്തൊരു ഇടങ്ങേറാണ്ട. വെള്ളം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുപ്പിയൊക്കെ വെറുതെ വലിച്ചെറിയ. അവർ ബ്യൂട്ടി കളയാൻ, ബ്യൂട്ടി കളയാൻ വേണ്ടി. അത് ഇവിടുന്ന് അങ്ങേ അറ്റം വരെ ഉണ്ടല്ലോ. വാഹു. പക്ഷെ മറ്റേതിൻ്റെ അത്രയില്ല കേട്ടോ ഇറ്റപ്പാ. മലരിക്കലേ ഒരു അമേസിങ് സാധനം കേട്ടത്. പക്ഷെ ഇത് കൊള്ളാം. അരയങ്കാവിൽ ഇങ്ങനൊരു അത്ഭുതം
ആ ഇതൊക്കെ നെല്ല് വിളഞ്ഞ് ഇറക്കിയല്ലേ? ആ അതുകൊണ്ട് ഇതും ഉണ്ടല്ലോ. പുല്ലാണോ? ഓ സോറി, അപ്പോൾ അത് പുല്ലാണ് ഗീസ്, തെറ്റുപറ്റി. ഇതാ അതിലേ പോണാക്കാനാല് പണിയാ. അധികം ആഴമില്ല കണ്ടിട്ട്, അധികം ആഴം കാണാൻ സാധ്യതയില്ല. പിന്നെ ചെളിയാ. അത് ശരിയാ ആ പോസാണ്, അത് ശരിയാക്ക്. പശുവൊക്കെ വളർത്തുന്നവർക്ക് ഇവിടെ അടിപൊളിയാട്ടോ. പുല്ലിനൊരു ക്ഷാമമില്ല ആണല്ലേ? ഓ ആണോ? അതായത് ഇവിടെന്ന് കാണില്ല, ആ വെള്ള ഇതില്ലേ അതിന്റെ അപ്പുറം, ഈ വളവ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കാണാൻ വല്ല. മറ്റേ അവന്റെ വീട് അവിടെയാണ്. ഓ ഞാൻ അവിടം വരെ പോയി, ഞാൻ ആറോടിച്ച് പോയി. കൊള്ളാം, നല്ല ഭംഗിയാട്ടോ അവിടെയൊക്കെ. സ്ഥലം നല്ല ഭംഗിയടി, നല്ല ഭംഗി. ഹേമാന്റിയൊക്കെ വന്നിട്ടുണ്ട്, അടിപൊളി വിഷ്വലാ. നല്ല രസം. എത്തിയിട്ടില്ല, പക്ഷെ വലിയേട്ടന്റെ വണ്ടി കണ്ട്. വരുന്നു. അങ്ങനെ വിഷു ദിവസം വൈകിട്ട് കൃത്യം 7 മണി, ആര്യപ്പെണ്ണ് ആൻഡ് പാർട്ടീസ് കമ്പിത്തിരി കത്തിക്കാൻ പോവുകയാണ് ഗൈസ്. നിങ്ങൾ വരുന്നില്ലേ ഈ കമ്പിത്തിരി ആഘോഷത്തിലേക്ക്? ഡോണ്ട് യു കം? Then come on. Why are you waiting here? Yeah. Just come. Light show do. കമ്പിത്തിരി, മത്താപ്പ്, റോക്കറ്റ് ഉണ്ടാ? മത്താപ്പ് ആദ്യം കമ്പിത്തിരി നിർത്തും, എന്നിട്ട് വേണം മത്താപ്പൊക്കെ. ആര്യപ്പെണ്ണ ഒരു മത്താപ്പ് എടുത്തോ, വെച്ചിട്ടുണ്ടോ? കമ്പിത്തിരി കത്തിക്കാശേ. അപ്പോൾ ഞങ്ങളുടെ വിഷു ഇന്നാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. കാരണം സത്യം പറയാൻ ഞങ്ങൾക്ക് ഇന്ന് വിഷു ഉണ്ടായില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വല്യമ്മയൊക്കെ മരിച്ച കാരണം ഞങ്ങൾ കലൂരുകാർക്ക് വിഷു ഉണ്ടായില്ല. പക്ഷെ ഇവിടെ വിഷു ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെയാണെന്ന്. ഗൈസ് കണ്ട താൻ എന്തും മനുഷ്യനാണ്. ഹേ ആ തിരി കെട്ട്. ഹൈ കമോൺ, തീപ്പെട്ടി പ്ലീസ്. കത്തിക്കൂ. ആര്യപ്പെണ്ണ് കത്തിക്കല്ലേ? കാറ്റ് ആ അത് കെട്ടുപോകൂടാ. പിടിച്ചോ. ആ കൊള്ളാം. മലപ്പടക്കം ഉണ്ടാ? എന്താണ് അല്ലേ? അത് മുട്ടിക്കടാ ശൈലി. മുട്ടിയിലടാ പക്ഷേ. കൊണ്ട കത്തിക്കടാ, അത് കത്തിക്കടാ. മത്താപ്പ് അങ്ങോട്ട് പോട്ടെ. ഒരാള് എടാ നിന്റെ കുണ്ടിയിൽ. മാറിയേക്ക്. കൊള്ളാല. ഇത് ചൈനീസാ. അടിപൊളി. മതിടാ. കത്തിക്ക് ചരണിയാ. കത്തിയാ
ഞങ്ങളുടെ അർണവ് ധൈര്യവാനായിട്ട് ചക്രം കത്തിക്കുകയാണ്. തട്ടണ്ട 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 തട്ടണ്ട. ഓടിക്കോ. വിഷു ആസ്വാദനം ഫൈനൽ സ്റ്റേജിലേക്ക് കടക്കുക. ഹൈ കത്തിയാ കിട്ടിയാ കിട്ടിയാ കിട്ടി. പടക്കം ബഷീറിന്റെ ഏരിയയാണ്. പടക്കം മോമ്പ് വേണ്ട മോമ്പ് വേണ്ട സീനാവും. അത് ടൂണാവും. ഇത് ഗ്രാൻഡായിട്ടാ.